ഡാഡി എന്തിനാ ഇപ്പൊ വിളിക്കുന്നേ? ആ ഞാൻ കടയിൽ എന്നിട്ട് സാധനം വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പോയതാ. വർഷപ്പ് പണിയുണ്ട് പോവും. ഇല്ല മച്ചമ്പി പോവും. തകഞ്ഞെടുത്തി താണ് മച്ചമ്പിയാ. മച്ചമ്പി എന്നെ വിളിക്കാഞ്ഞ്? ഫോണി വിളിച്ചിട്ട് എടുത്തില്ലെന്ന് കണ്ട് പറയുന്നു. ഹലോ, എന്നെ വിളിക്കാഞ്ഞ്? ബിസിയാ? ഞാൻ നിങ്ങളെ ഫോൺ വെച്ചോ കേട്ടാ, ഞാൻ വിളിക്കാം. നിങ്ങളുടെ മോന്റെ ഫോൺ കുത്തിക്കൊണ്ടിരിക്കുന്ന അതുകൊണ്ട് ശരി. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്റെ ഫോൺ ഇങ്ങനെ എടുത്ത് കളിക്കരുതെന്ന്? പറഞ്ഞിട്ടുണ്ടോ? ആ ഡാഡി വിളിച്ചപ്പോഴത്തേന് നീ ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞില്ലേ? ഒരു ആവശ്യത്തിന് ഒരാള് വിളിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയണതാണ് ചെറുക്കന്. ആ പഞ്ചായത്തിനവിടെ താമസിക്കുന്ന ദാഷാണി ചേച്ചി എന്നെ വിളിച്ചായിരുന്നു. അങ്ങനെ ചേട്ടത്തി വിളിച്ചിട്ട് കിട്ടില്ലെന്നും പറഞ്ഞുണ്ട്. കൊണ്ടാ നില്ലടവിടെ അടിച്ച കൈ വേനെടുക്കും. നിങ്ങൾ എന്തിനാ മോൻ ചെയ്ത കൂട്ടത്തിൽ എന്റെ മണ്ടയ്ക്ക് കയറാൻ നിൽക്കുന്നത്? അത് കൊള്ളാം. നീ ഓടിക്കോട്ടെ. നീ എത്ര നേരം പുറത്തിരിക്കുമെന്ന് എനിക്കൊന്ന് അറിയണം. ആരൊക്കെ വിളിച്ചിട്ടുണ്ടെന്ന് ദൈവത്തിന് അറിയാൻ. നീ അതൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റേ. വല്ലതും കഴിക്കാൻ വിശക്കുന്നത്. നിന്നെ വേറെ ആരെങ്കിലും വിളിച്ചായിരുന്നോ? എന്നെ വേറെ ആരും വിളിച്ചില്ല. ദാശാണി ചേച്ചി മാത്രമേ വിളിച്ചുള്ളൂ. പിന്നെ മച്ചപ്പി വിഷമി പോണം കഴിക്കാനേ പുട്ട് മാത്രമേ ആയിട്ടുള്ളൂ. കറി ഉണ്ടാക്കണം. കുഴപ്പമില്ല, പഞ്ചാര ഉണ്ടല്ലോ. പിന്നെ ഫ്രിഡ്ജിനകത്ത് ഒരു പഴം കാണും, അതോട് മതി. സെറ്റ്. പഞ്ചസാര കൂട്ടി തിന്നാനാ? പഞ്ചാരയും പുട്ടും പഴം പെട്ടെന്നാട്ടെ. എടാ, പുട്ടായിന്ന് പറഞ്ഞാ പുട്ട് ഞാൻ നനയ്ക്കാൻ വേണ്ടി പാത്രത്തിലെടുത്ത് വെച്ചേക്കണെന്നാ പറഞ്ഞ. നിങ്ങൾ രാവിലെ 6 മണിയപ്പോ കോഴി കൂന്നതിന്റെ കൂടെ എഴുന്നേറ്റില്ല. നിങ്ങൾ ഇത്ര സമയം ഇവിടെ എന്തോ എടുത്തോണ്ടിരുന്നു? അതാ ഇത്ര സമയം ഞാൻ എന്താ എടുക്കണം? എനിക്ക് ഇവിടെ അത്രയും പണിയുണ്ട്. എത്ര പണി? രാവിലെ എഴുന്നേറ്റ് ഞാൻ തലയെ കുത്തി ഇവിടെ നിൽക്കണോ? ഒരു വിമ്മിനകത്തോട്ട് 2 പാത്രം ഇങ്ങനെ ആക്കുന്ന വലിയ പണി. ഇതൊക്കെ ഞങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങൾ ചെയ്യുന്ന കാര്യം തന്നെ. വേണമെങ്കിൽ പുറത്തുനിന്ന് വല്ലതും ഭക്ഷണം കഴിക്കണമെങ്കിൽ കഴിച്ചോ, ഞാൻ എന്റെ പൈസ തരാം. അല്ലാതെ എന്നെ ഭരിക്കാൻ വന്നിട്ടുണ്ടെങ്കിലോട്ടല്ലോ. കാപ്പി കുടിക്കാൻ പൈസ തരാമെന്ന് പറഞ്ഞതിന്റെ ഒരു മാത്രം ഈ കുത്തല്ല ഞാൻ വെറുതെ വിടുന്നു. ചില പൈസ എടുത്തുണ്ടോ? നോക്കി പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു വീട്ടിലുള്ളവർക്ക് കൃത്യമായ ആഹാരം ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഒരു വീട്ടമ്മയുടെ ചുമതലയാണ്. അത് ചെയ്തില്ലാത്ത പക്ഷം ആ വീട്ടമ്മ അവർക്ക് ഭക്ഷണം കഴിക്കാൻ പൈസ കൊടുക്കണം. എൻ്റെ അമ്മച്ചി അങ്ങനെ. എന്റെ പെങ്ങളെന്ന് പറഞ്ഞൊരുത്തി അവിടെ ഇല്ലേ? അവക്ക് ഇത് ഒന്നും ബാധകമല്ലേ? ഞാൻ ഇവിടുത്തെ ഗസ്റ്റാണല്ലോ. ഈ റിസോർട്ടിൽ താമസിക്കുമ്പോൾ തൊട്ടടുത്തുള്ള റിസോർട്ടിൽ പോയി ഭക്ഷണം ചോദിക്കാന്ന് പറഞ്ഞാൽ ശരിയായ നല്ല പാടല്ല. എടുക്ക് 150 രൂപ. ഗ്യാസ് ഇല്ലാത്ത ഒരു ഹോട്ടലുകാരെല്ലാം സാധനം മേടിച്ചിട്ട് 150 രൂപ ബാക്കിയുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് കഴിച്ചാൽ മതി. 2 ദോശയും സാമ്പാറിന് അത്രയൊക്കെ ആവുള്ളൂ. അതെനിക്ക് വേണ്ട. റൊണാൾഡേ, അച്ചപ്പം വേട അവിടെ. പെണ്ണുമ്പിളുടെ തലക്ക് വിട്ടു കണ്ടാണ്. അത്രേ ഉള്ളൂ. അത് കാരണം എന്താ? ഇത്രയും വിശാലമായൊരു പറമ്പ് കിടപ്പുണ്ട്. അവിടെ അന്തസ്സായിട്ട് കുറച്ചുകൂടി കപ്പ വെച്ചിരുന്ന ഇതിനേക്കാളും ഇരട്ടി കപ്പ കിട്ടുമായിരുന്നു. ഇറങ്ങിപ്പോയി നോക്കണം ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോൾ. കാര്യങ്ങളൊക്കെ സമയം കിട്ടുമ്പോ ഇറങ്ങിപ്പോയി നോക്കണമെന്ന്. ആര് നോക്കണോന്ന്? ഏട്ടൻ എന്നെയാണോ ഉദ്ദേശിച്ചത്? ആണെങ്കിൽ ഞാനിവിടെ വെറുതെ ഇരിക്കണ? നേരം വെളുത്തയില്ല, എനിക്കൊന്നും ഇരിക്കാൻ പോലും നേരമില്ല. ഓട്ടത്തോട് ഓട്ടമാണ്. ഡാൻസ് ക്ലാസ്സിൽ നിന്ന് വരും, തിരിച്ചു വരും. പിള്ളേരുടെ കാര്യം നോക്കണം, ഏട്ടൻ്റെ കാര്യം നോക്കണം, അമ്മയുടെ കാര്യം നോക്കണം. ഇതിന്റെ ഇടയ്ക്ക് ഇനി ഞാൻ പറമ്പിൽ കൂടെ പോണ? ഏട്ടൻ വേറെ ആളെ നോക്ക്, പോടുന്നു. ലില്ലി, എടി അവനും ഇങ്ങോട്ട് വന്നോടി. തക്കടോ, ഇതെന്താ കപ്പയൊക്കെ ആയിട്ടിരിക്കണ? എന്തോ ചർച്ചയാണല്ലോ. നമ്മൾ ആരും പറമ്പിലോട്ട് ഇറങ്ങുന്നില്ല. പരാതി പറഞ്ഞത് നമുക്ക് എവിടെയാ സമയം? ഇത് തന്നെ ഞാനും പറഞ്ഞത്, നമുക്ക് എവിടെയാ സമയം? എടാ, നീ രാവിലെ എഴുന്നേറ്റ് ചായയും കുടിച്ച പാന്റും ഷർട്ടും ഇട്ട് ഇവിടുന്ന് പോണ പോലെ അല്ല ഞങ്ങള്. അവക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട്, വീട്ടിലെ പണികളുണ്ട്, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കണം. എനിക്ക് പഞ്ചായത്തിലെ കാര്യങ്ങൾ നോക്കണം, ഈ വീട്ടിലെ എല്ലാ പണികളും ചെയ്യണം, കഞ്ഞി വെക്കണം, കറി വെക്കണം, മുറ്റമടിക്കണം, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ എങ്ങനെ നോക്കും? ഞങ്ങൾ സമയം കണ്ടെത്തണം. നമ്മള് ഇല്ലാത്ത സമയം നിങ്ങളെക്കാൾ തിരക്കുള്ള ആളാണല്ലോ ഞാൻ.
അറിയാലോ, വളരെ ഉത്തരവാദിത്തപ്പെട്ട പദവി ഇരിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ആ പറമ്പിൽ മൊത്തം കാട് കയറിക്കിടന്നു. അത് ആളെ വെച്ച് മൊത്തം വൃത്തിയാക്കിച്ചു, അവിടുത്തെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാമായിരുന്നു? ഇടകൃഷിയായിട്ട് പോയി ഇഞ്ചിയോ ചേനയോ ചേമ്പോ എന്തെങ്കിലും കൊണ്ട് നട്ടിലൂടെ? പോയി നോക്കിക്കൂടെ? ഏട്ടൻ പോയി നോക്കുന്നുണ്ടല്ലോ, ഏട്ടൻ പോയി ചെയ്യുന്നുണ്ട്. ഇനി എല്ലാവരും കൂടി കൈയിട്ട് വരണേ എന്തിനാ അവിടെ വന്ന്? ഇതിപ്പോ ക്രെഡിറ്റ് ഏട്ടന് ഒറ്റക്ക് എടുക്കാം. എനിക്ക് ആ ക്രെഡിറ്റ് വേണ്ട. ഇത് ഒറ്റയ്ക്കല്ലല്ലോ തിന്നുന്നത്, എല്ലാവരും കൂടെ വേണ്ടിയിട്ടില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വസ്തുവാണത്. നാളെ അമ്മാവൻ അങ്ങോട്ട് നോക്കിയുള്ള അവസ്ഥ നോക്കിയാണ് എന്താണ്? ഒന്നും ചെയ്തിട്ടില്ല. എന്ന് വന്നാൽ എന്നെയാണ് പേര് വിളിക്കുന്നത് അമ്മാവൻ. ഇതിപ്പോ എന്താ വേണ്ടത്? നിങ്ങളെ കൊണ്ട് പറ്റുന്നത് നിങ്ങൾ ചെയ്യണം. ഞങ്ങളെ കൊണ്ട് എന്ത് പറ്റാനാ? എന്ത് എടുത്താ? നല്ല കപ്പ കേട്ടോ. ചെറിയ ചെറിയ പണി എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്യാം. അതെ, അല്ലാതെ മറ്റേ വെട്ടാനും മരം മുറിക്കാനൊന്നും ഞങ്ങൾക്ക് പറ്റൂല. മരം മുറിക്കാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലല്ലോ. കാട് വെട്ടി തളിക്കാൻ നിങ്ങളുടെ അടുത്താണ് പറഞ്ഞത്. അതിന് ആളെ വെച്ച് ജയിച്ചു 2 ദിവസം. അങ്ങനെ ചെയ്യിക്കണം. നിങ്ങൾ കൊണ്ട് പറ്റുന്ന കാര്യം ചെയ്യണതോ? പറ്റുന്ന കാര്യം ചെയ്യാം. കാണിച്ചു തന്നാ ഞങ്ങള് ചെയ്യാം. കാണിച്ചു തന്നാ അതുപോലെ ചെയ്യാം. ഇപ്പൊ ഉള്ള കാര്യം അപ്പൊ ചെയ്യണം. നാളെ ഇപ്പൊ ചെയ്യണം. അപ്പൊ ഇത് ചെയ്യണ്ടേ? അതോടെ ഇരിക്കട്ടെ. ചേച്ചി അല്ലേ? ചേച്ചി നീ ബാ. കൊള്ളാല്ലേ? മാങ്ങ തിന്നാൻ വന്നതാണോ നമ്മള്? എന്റെ പൊന്നെ, ഒരു മാങ്ങ താഴെ കിടക്കണുണ്ട്, അതെടുത്ത് തിന്നോർത്ത് ലോകം അവസാനിക്കൂല. മാങ്ങയും തിന്നാൻ പണിയെടുക്കാം. അല്ല, നടക്കൂല. ഏതെങ്കിലും ഒരെണ്ണം നടക്കുള്ളൂ. ആദ്യം പണിയെടുക്കുക, പിന്നെ കഴിക്കുക. അല്ലെ പിന്നെ കഴിച്ചിട്ട് മാങ്ങ എടുക്കുക. ഇത് എടുക്കണേ. നേരെ അവിടെ. അയ്യോ, നോവൂട്ടിയാണ്. ഏട്ടൻ ഒന്ന് കാണിച്ചാ? കാണിച്ചതൊന്ന് ഇത്ര അറിഞ്ഞൂടെ അങ്ങോട്ട്? മടി. അങ്ങ് വലിയ പണിയാവും. കൈവേന പിടിക്കുമ്പോ കൈവേന എടുക്കുന്നേ. നോക്ക്, കഴിച്ചു വന്നാണ്ട. ഇതിനകത്തൊരു തുണി ചുറ്റിയാലോ? എടി, ഇപ്പോഴത്തെ ഈ വേദനയ്ക്ക് അങ്ങ് മാറും. നമ്മള് വളം ഇട്ട് കൊടുത്തതിന് ശേഷം, വെള്ളം എടുത്തതിന് ശേഷം പിന്നെ വരുന്ന തേങ്ങ ഉണ്ടല്ലോ. ഇത് ആദ്യം ഇതൊക്കെ ഉറപ്പിച്ചത്. അതെ, ഇത് മറ്റേ ഇത് ആടണ പോലെ കിടന്ന് ആടുന്ന്. അത് ഉറപ്പിക്കാ ആദ്യം. മര്യാദക്കിരുന്ന ഇതാണ്. ഇത് എന്തോന്നാണ് അണ്ണൻ പറയണത്? വെറുതെ ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കി വെറുതെ ബന്ധങ്ങൾ വഷളാക്കല്ലേ. അതെങ്ങനെ ശരിയാവും? അതൊന്നെ തമ്മിച്ചേട്ടൻ സമ്മതിക്കൂ? എനിക്കും കൂടെ അവകാശപ്പെട്ട വസ്തുവല്ലേ. വെറുതെ നടന്ന് എത്ര ദിവസമായി ഒരു സമാധാനമായിട്ട് ഇരുന്നിട്ടെന്നറിയാമോ? എന്തെന്ന് വെച്ചാ ചെയ്യാ. അമ്മയെ സ്വസ്ഥമായിട്ട് അവിടെ കിടക്കാമെന്ന് സമ്മതിച്ചാ മതി. ഞാനീ ഒന്നും പറയണില്ല. എന്താ ചേച്ചി? ഒന്നും പറയണ്ട തങ്കം. 2-3 ദിവസമായി സമാധാനം പോയിട്ടുണ്ട്. എന്താ കാര്യം? എന്താ? വീട്ടിലെ അണ്ണനെ തമ്പിച്ചേട്ടനുമായിട്ടൊരു പ്രശ്നം. തമ്പിച്ചേട്ടനുണ്ടോ അവിടെ? തമ്പിച്ചേട്ടൻ ഇല്ല, ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ പ്രോഗ്രാം ഉണ്ടല്ലോ, പോയിട്ട് വരുമല്ലോ. എന്താ പ്രശ്നം? പ്രശ്നം എന്താ? എനിക്ക് വസ്തു തന്നതിന്റെ ബാക്കിലാണ് എന്റെ മൂത്ത അണ്ണന് വസ്തു കൊടുത്തേക്കുന്നത്. അപ്പം അങ്ങേർക്ക് ആ വീട്ടിലോട്ട് പോകാൻ വേണ്ടി കുറച്ച് നടവഴിയേ ഉള്ളൂ. അപ്പം എനിക്ക് എന്ന റബ്ബറല്ലേ. അപ്പൊ ഇപ്പം റബ്ബർ മൊത്തം മുറിച്ചിട്ട് ചേട്ടന് ലോറി പോകാനുള്ള വഴി വേണോ? അപ്പൊ കൊറേ സ്ഥലം പോകും. അത് തമ്പിച്ചേട്ടനോട് സംസാരിച്ച് 1-2 പറഞ്ഞ വഴക്കായി. തമ്പിനെ സമ്മതിച്ചോ? ഇല്ല, അതല്ലേ. ഒരു സമാധാനവും ഇല്ല. രണ്ടായാലും നമുക്ക് വിഷമവും ഇല്ല. അല്ല, അത് സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം മാറ്റിയാ പോരെ. സംസാരിച്ചതാണ് കുഴപ്പമായത്. അണ്ണ ഇച്ചിരി ചിലപ്പോഴൊക്കെ ഇച്ചിരി ഒന്ന് കുടിക്കും. കുടിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ തമ്പിച്ചേട്ടന്റെ അപ്പുറമാണ്, ബോധമില്ലാത്ത സാധനം. ഇത് പറയാൻ പോയപ്പം തമ്പിച്ചേട്ടനും ഇത്തിരി വെള്ളം അടിച്ചു. ഭയങ്കര വഴക്ക് കേട്ടാ. അവരുടെ വസ്തുവിന്റെ പേരിലേ വഴക്കായിരുന്നു. അങ്ങനെയൊക്കെ നിയമമൊക്കെ ഉണ്ടല്ലോ. ഉണ്ടോ അങ്ങനെ? സുൽചേച്ചിയുടെ സ്ഥലം ഇങ്ങനെ ഇച്ചിരി വീതിയിൽ കൊടുക്കണം. സുൽചേച്ചിയും കൂടെ അവകാശപ്പെട്ടതല്ലേ. അവർക്കിപ്പോ നടക്കാൻ വഴിയുണ്ട്. വണ്ടി കയറാനുള്ള സ്ഥലം കൊടുക്കണമെന്ന് ദൂരം പോകും സ്ഥലം അല്ലേ? നീ ഏട്ടന് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തില്ലേ? അങ്ങനെ എന്തെങ്കിലും ചെയ്യും. ഏട്ടനെ കൊണ്ട് പറ്റുമെന്ന് ഏട്ടൻ ചെയ്യും. ചെയ്ത് തീർന്നില്ലല്ലേ പണി? മൺവെട്ടി അവിടെ കിടപ്പുണ്ടേ, സ്റ്റേഷൻ പാസ് സമയം എനിക്ക്. അല്ല, ഇത് ഞാൻ വിളിച്ചോളാം. അവൻ എന്തെങ്കിലും നോക്കും കേട്ടോ. ഒന്നുകൂടെ പറയാം. ചേച്ചി സമാധാനായിട്ടിരിക്കെ, വിഷമിക്കാതിരിക്കേ.
അമ്മ അമ്മട്ടി എടുത്തിട്ട് വരാം. ഞാൻ വന്നാ വേണ്ട, വന്നോളൂ. ആ വരാം. ഇറങ്ങണ്ട. ആ ഞാൻ വരാം. ഒന്നിട്ട് കാര്യമുണ്ട്. ശരി പോട്ടെ. ഓ, മുഖത്തെന്തൊരു കടതലത്തിലിരിക്കണം. എന്റെ മുഖത്തൊരു കുഴപ്പമില്ല. ഏട്ടൻ ചെല്ലുതേ വണ്ടി വന്നിരിക്കുന്നില്ല. എന്റെ മുഖം അങ്ങനെയല്ലേ. എന്റെ നോക്കേ എന്താ കാര്യം പറ. ഒന്നുമില്ലെന്ന്. എന്തോ ഉണ്ടല്ലോ. ഏട്ടനറിയാലോ എന്താ കാര്യം. എന്ത്? ഞാൻ സുലി ചേച്ചിയുടെ അവിടെ വെച്ച് ഏട്ടനോട് പറഞ്ഞ അവരെങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കാൻ. അപ്പൊ ഏട്ടൻ എന്ത് ചെയ്തത്? ഒന്നും മിണ്ടാതെ തിരിഞ്ഞൊരു ഒറ്റ പോക്കം കൊണ്ട് പോയി. അപ്പൊ ഞാൻ ആരായി? ഞാൻ അവരുടെ മുമ്പിൽ ചെറുതായി, നാണം കിട്ടുപോയി. എടി അങ്ങനെയല്ല. നമ്മൾ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്നത്? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടാൻ പാടില്ല. അതാണ് എന്റെ ശരി. കനക, എന്തേ നീ ഇറങ്ങുവാണോ? ഇറങ്ങി. എടാ അതൊന്നും കൊണ്ട് ആ പാഴ്സൽ ഓഫീസില് കൊടുത്തിട്ട് ഇതൊന്നും അയക്കോ? ക്ലീറ്റോ പറഞ്ഞിട്ടാ. ക്ലീറ്റോ എടുക്കാൻ മറന്നുപോയി. റൊണാൾഡോ ഇല്ലേ അവിടെ? ഇതൊക്കെ കൊടുത്തിട്ട് എന്റെ പ്രധാനപ്പെട്ട അവരുടെ അൽക്കുലിത് പേപ്പറാ. എന്താ അവിടെ നിന്ന് എന്തോ ഒരു കവർ കിട്ടുന്ന അതിന്റെ ഉള്ളില് വെച്ച് ഇതാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു. അത് ഞാൻ സുലി ചേച്ചിയുടെ കാര്യത്തിൽ ഇടപെടാത്തതിന്റെ ഒരു പരിഭവവും പരാതി. അതെനിക്കുണ്ട്. ഭയങ്കര മോശമായി പോയി നീ ചെയ്തത്. അവരൊരു കാര്യം, അവർക്കൊരു പ്രശ്നം ഉണ്ടായപ്പോഴത്തേനും നമ്മൾ അതിൽ നിന്ന് അന്വേഷിക്കണ്ടേ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഇടപെടരുത്. അന്യരുടെ കാര്യത്തിൽ ഇടപെട്ട പണിയാണ് നമുക്ക്. അത് മാത്രമല്ല അവരൊരു പരാതി തന്നില്ലല്ലോ. സുലി ചേച്ചി അന്യാണോ ഏട്ടാ? അവർ പരാതി തന്നോ? അവരാവശ്യപ്പെടാൻ നമ്മൾ എന്തിനാണ് ഇടപെടുന്നത് അതിനകത്ത്? എന്നാലും സുലി ചേച്ചിയുടെ വീട്ടിലെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ പ്രശ്നം പോലെയല്ലേ ഇത്? ഇതിന് പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, അവർ എന്റെ സ്റ്റേഷൻ പരിധിയിലുള്ളതല്ല, അവർ മ്യൂസിയം സ്റ്റേഷൻ പരിധിയിലുള്ളതാണ്. എനിക്ക് അതിനകത്ത് ഇടപെടാൻ പറ്റില്ല. അവർ പരാതി തന്നാൽ മാത്രമേ എനിക്ക് ഇടപെടാനും പറ്റൂ. ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ടെന്നേ. എന്റെ കനക, ഒരു കാര്യം ഒന്ന് വിളിച്ച് അന്വേഷിക്കണേന് ഇത്രയും ചുഴിഞ്ഞ് ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? അവർക്ക് ഇപ്പൊ എന്ത് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും? OS ആയി കഴിഞ്ഞപ്പോഴത്തേക്കും കനകന് അങ്ങോട്ട് ഭയങ്കര ജാടയായി എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ആൾക്കാരെ കൊണ്ട് മോശം പറയിപ്പിക്കാൻ ഭയങ്കര എളുപ്പമാണ്. നീയൊക്കെ ഇതുപോലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഓരോന്നും എടുത്തിയാടി ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ പഴയ കണക്കല്ല. ഉത്തരവാദിത്തമുള്ള ഒരു പോസ്റ്റ് ഇരിക്കുന്ന ആളാണ് ഞാൻ. എനിക്ക് എന്റെ ചില കാര്യങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യണം 9,000 പ്രാവശ്യം ആലോചിക്കണം. ഇല്ലേ പണി കിട്ടും നമുക്ക്. ഇതിന് കൊണ്ടു കൊടുക്കോ? വണ്ടി വിളി കിടപ്പുണ്ടല്ലോ. പിന്നെ സുലിച്ചേച്ചിയുടെ വീട്ടിൽ എന്തോ ഒരു വിഷയം നടക്കാൻ പോകണം. സുലിച്ചേച്ചിയുടെ വീട്ടിൽ വിഷയം നടക്കണം നിന്നോട് ആര് പറഞ്ഞു? എന്നെ ലല്ലു വിളിച്ചായിരുന്നു. 2 ആമ്പിള്ളാരെ റെഡിയാക്കി വെച്ചേക്കണേന്ന് പറഞ്ഞു. എന്തോ കാര്യമായ പ്രശ്നമാണ് നടക്കും, ഉറപ്പാ. കണ്ടോ? അപ്പൊ അത് പ്രശ്നമായി. അച്ഛമ്പി ഒന്ന് എന്താ കാര്യം അന്വേഷിക്കണ്ടായിരുന്നു? അയ്യോ ഏട്ടനെ അന്വേഷിക്കത്തില്ല. അവന്റെ മുഖതാവിൽ എനിക്ക് പരാതിയൊക്കെ കൊണ്ടുവച്ചിട്ട് പിന്നെ അവര് വീട് മാറി ഇവന്റെ വീട് സ്റ്റേഷനാക്കി ആളെന്നാ പറയുന്നത്. അതെ, കഴിക്കാൻ എന്തെങ്കിലും എടുത്ത് നോക്ക്. നല്ല വിശപ്പ്. കഴിക്കാൻ ഇതിന്റെ ഞങ്ങള് ഈ സുലിച്ചേച്ചിയുടെ വീടിന്റെ പ്രശ്നത്തിന്റെ പുറകെയായിരുന്നു. ഒന്നും ഉണ്ടാക്കിയില്ല. അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കും. ഫിലിപ്പൻ എന്തുണ്ട്? ഇവിടെ ഒന്നുമില്ല. ഞാനും ചേച്ചിയോട് അങ്ങോട്ട് വന്നിരിക്കുവല്ലായിരുന്ന. അരി അടുപ്പത്ത് കിടക്കുക. ഇത് തിളച്ച് കാണാൻ ഞാൻ നോക്കട്ടെ. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടോ അതൊക്കെ പറഞ്ഞു തീർക്കുക. അല്ലാതെ ഇങ്ങനെ പട്ടിണി കിട്ട കൊല്ലല്ലേ. ഞാൻ നിനക്ക് രാവിലെ 150 രൂപ തന്നില്ലേ? അതൊന്നും എവിടെ പിടിയാനുള്ള 130 രൂപയ്ക്ക് എന്തോ എടുക്കാനത്? ബാക്കി അവള് തരും. ആര്? എന്റെ എല്ലാം ഇവിടുന്ന പൈസ എന്നോട് ചോദിക്കും. പഴകഞ്ഞി കാണുമോ? ഞാൻ സുലി ചേച്ചിയുടെ വീടിനടുത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് പറയണം. ഞാനോ? എന്നൊന്ന് വിളിച്ചാൽ ഹലോ. ഇത് എന്തൊരു കഷ്ടമാണ്. ഈ രാത്രി ചേച്ചി അങ്ങനെ ഒറ്റയ്ക്ക് പോവും. ഞങ്ങള് വരട്ടെ? വേണ്ട, ഞാൻ വഴി വരെ വരാന്ന്. വേണ്ട, അല്ലെ ഓട്ടോ കയറ്റി വിടാൻ ഞങ്ങള്. കുഴപ്പമില്ലല്ലേ. ഇതിപ്പോ ചേച്ചി ഇപ്പൊ ഓടിപ്പടച്ച് അങ്ങോട്ട് പോയിട്ട് എന്താ കാര്യം? പോവായിരുന്ന എന്ത് ചെയ്യും? അമ്മയ്ക്കാണെങ്കിൽ ഈ ബഹളമൊക്കെ കേൾക്കുമ്പോ ഭയങ്കര പേടിയാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയാണ് പോവാന്ന് വിചാരിച്ചു. സുലിച്ചേച്ചി ഒന്നും കൂടെ സംസാരിച്ച് നോക്ക്. ഇനിയാ നാളെ നേരം വെളുക്കുമ്പോ വഴി കെട്ടാൻ നിൽക്കുന്ന ആളോട് ഇനിയിപ്പോ എന്ത് സംസാരിക്കാനാണ്? ഇങ്ങനെ സ്നേഹമില്ലാത്ത കൂടപ്പറപ്പുകൾ എവിടെയെങ്കിലും ഉണ്ടാവോ? അല്ല ഈ തമ്പിയണ്ണൻ ഇച്ചിരി ധൈര്യമായിട്ട് അയാളോട് പറഞ്ഞാൽ മതി. ഇത്തിരി സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറയണ്ടേ? തമ്പിച്ചേട്ടൻ അതിന്റെ അപ്പുറമായിട്ട് നിൽക്കണം. പിന്നെ എന്ത് ചെയ്യാനൊക്കും? തമ്പിച്ചേട്ടൻ കിടന്ന് വെറുതെ വെച്ചെടുക്കുന്നുണ്ടാവും. ഇച്ചിരി വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കിടന്ന് തുള്ളല. സുലിച്ചേച്ചി വെറുതെ ടെൻഷൻ അടിക്കണ്ട.
അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിളിക്കണേ. ഞാൻ വിളിക്കാം കേട്ടോ. പോട്ടെ എന്നാ. അല്ലു എന്തേ അവനെ കണ്ടില്ലല്ലോ. അവ സിനിമയിൽ അഭിനയിക്കാൻ പോയേക്കല്ലേ. അവ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ രാത്രി ഓടേണ്ടി വരൂലേ. അതെ സത്യം. ഞാൻ പോട്ടെ എന്നാ. ഓക്കെ എല്ലാം അറിയണം. അവിടെ വീട്ടില് ഭയങ്കര വഴക്ക് കിടക്കുവന്ന് എന്നോട് അതല്ലേ പറഞ്ഞത്. തമ്പിയണ്ണൻ അങ്ങോട്ട് ചെയ്തിട്ടുണ്ട്. തമ്പിയണ്ണാണെങ്കിൽ ഒരു വെളിവില്ലാന്ന് പറയുന്നുണ്ട്. അവിടെ എന്താ ഇന്ന് രാത്രി തന്നെ വഴി വെട്ടു എന്ന് പറഞ്ഞിട്ട് അവിടെ അമ്മയ്ക്ക് എന്തോ പേടിയായിട്ട് ചേച്ചി രാത്രി പോവാ. എത്ര പ്രാവശ്യം എന്നോട് പറഞ്ഞത് സുരക്ഷിച്ചിന്റെ കാര്യത്തിലൊന്നും ഇടപെടുന്നു. ഇപ്പൊ കണ്ട കാര്യങ്ങളൊക്കെ കൈവിട്ട് പോണ അവസ്ഥയായി. ചേച്ചി അങ്ങോട്ട് പോണോണ്ടോടാ? കണ്ട് അവരുടെ വീട്ടിൽ കൊലപാതകം നടക്കും. അവരുടെ വീട്ടിൽ ഇന്ന് രാത്രി കൊണ്ട് ഇല്ലാത്ത പ്രശ്നം ഉണ്ടാവും. സംഗതി രൂക്ഷമാ. എന്നെ 3-4 തവണ ലല്ലു വിളിച്ചു. ഞാനൊന്ന് പോയി അവിടെ നിന്ന് ചെല്ലണേ നോക്കണേന്നൊക്കെ പറഞ്ഞു. അവൻ ഈ സിനിമയിൽ അഭിനയിക്കണം നടക്കുന്ന കാര്യത്തിന് വീട്ടിലെ കാര്യങ്ങൾ തീർത്തിട്ട് വേണ്ടേ പോവാൻ? അവനിത് അറിയുന്നു. അവനവന്റെ കാര്യം നോക്കി പോയല്ലേ. വീട്ടിൽ ഇരിക്കുന്നതിന് വഴിവിട്ടിന്റെ ഒരു വഴക്കുണ്ടാകുന്ന അവൻ അറിയുന്നു. അതെ ആ ചെറുക്കന് തിരക്കായിരിക്കും അവിടെ. അറിയുമ്പോ വന്നം. ഞാനൊന്ന് പോയാലോ അവിടെ വരെ. ആ സുലിച്ചേച്ചിനൊന്നും ഓട്ടോ കയറ്റി വിടായിരുന്നില്ലേ? ഓട്ടോ വണ്ടി കിട്ടി. വണ്ടി കയറാൻ ഞാൻ കണ്ട. മ്യൂസിപ്പൽ സ്റ്റേഷൻ അല്ലേ? ഞാൻ കനകന. ഇത്രയും കാര്യമുള്ളൂ. വിളിച്ച് പറയാൻ പാടില്ല. ഇനി കുഴപ്പമുണ്ടാവില്ല. ഇനി പേടിക്കണ്ട. അതെ കൊടുത്തിരുന്ന. ശരി ഇങ്ങനെയാണ്. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ. എന്തായിട്ടുണ്ടാവൂലേ സുധി ചേച്ചിയുടെ? നീ വിളിച്ചായിരുന്നോ? ഇന്നലെ രാത്രി വിളിച്ചായിരുന്നു. ഇന്നലെ രാത്രി വിളിച്ചപ്പോഴത്തേക്ക് കുഴപ്പമൊന്നുമില്ല എന്നാ പറഞ്ഞു. പക്ഷെ ഇന്നലെ രാവിലെ ഞാൻ വിളിച്ചിട്ട് എടുത്തില്ല. ആണല്ലേ? പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും. അവൻ വിളിച്ചു പറഞ്ഞിട്ട് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ആള് ചെന്നല്ലോ. നമ്മള് പറഞ്ഞപ്പോ ഏട്ടൻ പറഞ്ഞു പറയത്തില്ല പറഞ്ഞു കള്ളൻ. പക്ഷെ ഇന്നലെ രാത്രി വിളിച്ചപ്പോഴത്തേക്ക് സുളിച്ചേച്ചി പറഞ്ഞു അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലാത്ത രീതിയിലുള്ളതായിരുന്നു പറഞ്ഞു. കുഴപ്പമുണ്ടാവില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്. തമ്പിയണ്ണന് പോലീസ് എന്ന് പറഞ്ഞാൽ മുട്ടടിക്കും. അപ്പൊ അവിടെ കിടന്ന് വലിയ ഷോയൊന്നും കാണിക്കില്ല. മിണ്ടാതിരുന്നോളൂ. ആരാടി? സുൽച്ചേച്ചി. സുൽച്ചേച്ചിയെ നിർത്ത്. എന്തായി? വഴി വെട്ടിയോ? ഇല്ല വഴി വെട്ടിയില്ല. കിട്ടിയില്ലേ? പ്രശ്നമൊക്കെ സോൾവ് ആയി. സമാധാനമായിട്ട് എല്ലാ കാര്യവും തീർന്നു. ദൈവത്തിന് നന്ദി. ഓ ഇപ്പൊ ദൈവത്തിന് നന്ദി. എന്റെ ഏട്ടൻ എത്ര പ്രാവശ്യം വിളിച്ച് പോലീസുകാരെ കൊണ്ടൊക്കെ. ഞാൻ പോട്ടെ. ഇന്നലെ രാത്രി കോഴി അടച്ചിട്ടിട്ട് പോയതല്ലേ. ഇനിയും ചെന്ന് തുറന്നില്ലെങ്കിൽ പാവം കിട്ടും. പോട്ടെ എന്നാ. പാവല്ലേ കനക. എടാ കനക വന്നേ. സുലിച്ചേച്ചി വന്ന്. പ്രശ്നമൊക്കെ സോൾവ് ആയിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും നിനക്ക് സ്നേഹമുണ്ട്. അതെ ഏട്ടൻ വിളിച്ചു പറഞ്ഞോണ്ടല്ലേ. നീയല്ലേ? എടാ നീയല്ലേ മ്യൂസിയം സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞത്? ഇല്ല, പോലീസുകാർ ചെന്നത്. ഞാൻ വിളിച്ചു പറഞ്ഞൊന്നുമില്ല. പോയേട്ടാ അവിടുന്ന്. അപ്പൊ നീ ഇവിടെ ഇന്നലെ രാത്രി മുമ്പേ നിന്നല്ലേ വിളിച്ചത്? ഞാൻ സ്റ്റേഷനിൽ വിളിച്ച വേറെ കാര്യത്തിന്. ഒരു പിടിവിട്ട പ്രതി മ്യൂസിയം സ്റ്റേഷൻ അടുത്തുണ്ടെന്ന് പറഞ്ഞു. അതിന്റെ റിപ്പോർട്ട് കളക്ട് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് വിളിച്ചല്ലേ നമ്മള്. അല്ല ഇതൊന്നും ആര് പറഞ്ഞു? അപ്പൊ പിന്നെ നീ വിളിച്ചേയില്ലേ? ഞാൻ വിളിച്ചല്ലേ. ഈ കുടുംബ പ്രശ്നങ്ങളുണ്ടല്ലോ, ഈ കുടുംബ പ്രശ്നങ്ങൾ കുടുംബക്കാർ തമ്മിൽ പറഞ്ഞാൽ തീരുന്ന കാര്യങ്ങളേ ഉള്ളൂ. മൂന്നാമതൊരാൾ ഇടപെടുമ്പോഴാണ് പ്രശ്നമാവുന്നത്. ചുമ്മാ ആവശ്യമില്ല ഇടപെടരുത്. ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞ പ്രകാരം ഞാൻ മ്യൂസിയം സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞിട്ട് ഒരു പോലീസുകാർ അവിടെ ചെന്നാൽ തമ്മേണ്ണന്റെ അളിയും വിചാരിക്കും തമ്മേണ്ണന്റെ പോലീസാണ്, തമ്മേണ്ണൻ വിചാരിക്കും തമ്മേണ്ണന്റെ അളിയന്റെ പോലീസാണ്. വീണ്ടും അടിയാവേലേ ഉള്ളൂ. ഇത്തരം കാര്യങ്ങൾ നിശബ്ദമായി പെരുമാറണം. അല്ലേ? ഇപ്പൊ രമ്യതയില്ലേ? അവർക്ക് സന്തോഷം, നമുക്ക് സന്തോഷം. അപ്പൊ ഏട്ടന് ഇടപെട്ടില്ലല്ലേ? ബുദ്ധിയുണ്ട് അവന്. പിന്നെ ബുദ്ധിയുള്ളതല്ലേ ഞാൻ ഇങ്ങനെ എസ് ആയിട്ടിരിക്കുന്നത്. ചേച്ചിക്ക് പോലെ മനസ്സിലായോ? അതാണ് കറക്റ്റ്. എന്ത് കറക്റ്റ്?
ഓടി Audience.